കുടിച്ചു നോക്കിയിട്ട് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി ലൈറ്റ് ആണ്, സോഫ്റ്റ് ആയിട്ടുണ്ട് വെള്ളം. ഓക്കെ ഓക്കെ, അതുകൊണ്ട് കട്ടിയുണ്ടാവുള്ളൂ വെള്ളത്തിനല്ലേ. അതില്ല. സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പുത്തൻവേലിക്കര പഞ്ചായത്തിലുള്ള അഞ്ചുമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വന്നിരിക്കുന്ന ഒരു RO പ്ലാന്റ് ഫിക്സ് ചെയ്യാനാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലുള്ള ഫേമസ് ആയ അതുപോലെ നല്ലൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള ഐബ്ലൂ തന്നെയാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു യൂണിറ്റ് തന്നെയാണ് നമുക്കിവിടെ ഫിക്സ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇൻസ്റ്റാളേഷന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റമർ വേറെ ആരുമില്ല, നമ്മുടെ എത്രയും ബഹുമാനായ ആദരണീയനായ നമ്മളുടെ സാനുമാഷാണ്. സാനുമാഷിന്റെ വീട്ടിലാണ് നമ്മളിന്ന് ഈ യൂണിറ്റ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ എറണാകുളം സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പിന്നീട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം, നമ്മുടെ യൂണിറ്റിന്റെ വിശേഷങ്ങളെല്ലാം. അപ്പൊ ഇവിടുത്തെ കിണറാണ് സോഴ്സ്, അതേപോലെ തന്നെ വാട്ടർ ലൈനും ഉണ്ട്. വാട്ടർ ലൈൻ വളരെ റെയർ ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. കിണറിനെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അപ്പൊ കിണറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അയണിന്റെ സാന്നിധ്യമുണ്ട്, കുറച്ച് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. കുറച്ച് വൃക്ഷങ്ങളുടെ ഇലകളും അതുപോലെ വീണ് ആകെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രീ ഫിൽട്ടർ ആയിട്ട് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു അയൺ റിമൂവറും അതേപോലെ തന്നെ ഒരു 5 മൈക്രോൺ ഒരു സെഡിമെന്റ് ഫിൽറ്ററുമാണ്. അത് നമ്മളിവിടെ രണ്ടും ഈ സ്ഥലത്ത് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മുടെ യൂണിറ്റിലേക്ക് നമ്മുടെ വാട്ടർ കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അയൺ റിമൂവറായിട്ട് കൊടുക്കുന്നത് അക്യുവേറ്റ അയൺ റിമൂവറിന് പകരം നമ്മളിവിടെ കൊടുക്കുന്നത് CT ആണ്. കാരണം നമ്മൾ എങ്ങാനും ഇപ്പോ പൈപ്പ് ലൈനിന്റെ ആവശ്യകത ഇവർക്ക് വരികയാണെങ്കിൽ, അതായത് റെയറായിട്ടാണ് നമ്മളുടെ പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്നതെങ്കിലും ആ സമയത്ത് ക്ലോറിന്റെ അംശം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാനും കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ CT ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽറ്ററും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പലരും പല സ്ഥലങ്ങളിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ റോ വാട്ടറിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ നമ്മൾ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള ഡിസ്ട്രിക്റ്റുകളാണെങ്കിൽ നമുക്ക് വന്ന് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിൽ, അതായത് എറണാകുളവും അതുപോലെ തന്നെ തൃശ്ശൂരും അല്ലാത്ത ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള കോളുകൾ വരുമ്പോൾ ദയവായി നിങ്ങൾ എവിടെയെങ്കിലും റെപ്യൂട്ടഡ് ലാബ്, അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബ് അല്ലെങ്കിൽ ഗവൺമെന്റ് ലാബിൽ ചെക്ക് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വാട്സപ്പായിട്ട് അയച്ചു തന്നാൽ നമുക്ക് കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരും. എനിക്ക് റിപ്പോർട്ട് അറിയാതെ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയാതെ നിങ്ങളുടെ ക്വാളിറ്റി, വെള്ളത്തിന്റെ ക്വാളിറ്റി അറിയാതെ എനിക്കൊരു സജഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ആദ്യം എനിക്ക് അറിയേണ്ടത് വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ്. എന്താണ് നിങ്ങളുടെ വെള്ളം, എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, അതറിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പലരും ആവശ്യപ്പെടുന്നതാണ്, ചിലരുടെ കമന്റുകൾ കണ്ടായിരുന്നു, വീഡിയോ അവിടെ ഇവിടെയും എന്താ പറയാ മനസ്സിലാകാത്ത രീതിയിലെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവിടെ ഇവിടെയും മനസ്സിലാവാത്ത രീതിയിലല്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 5-6 മണിക്കൂറിന്റെ വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഫുള്ള് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അതേ രീതിയിൽ തന്നെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ നിങ്ങൾക്ക് തന്നെ ഒരു ബോറായിട്ട് തോന്നും. വെറുപ്പിക്കലാണെന്ന് തന്നെ നിങ്ങൾ തന്നെ പറയും. അപ്പോ ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, 20 മിനിറ്റിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലാണ് ഞാൻ സാധാരണ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ മാക്സിമം പറയാൻ ശ്രമിക്കാറുണ്ട് ഇന്ന സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് കാണിക്കാറുണ്ട്. അതായത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഫുൾ വീഡിയോ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ബൈ.
അപ്പൊ കൂട്ടുകാരെ അതെ നമ്മളുടെ ആറോ പ്ലാനിന്റെ വർക്ക് കഴിഞ്ഞുട്ടാ. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫയർ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സാറിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് നിങ്ങൾക്ക് തരാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ വെള്ളം നേരിട്ട് വന്ന് യൂണിറ്റിലേക്ക് അല്ല കയറുന്നത്. പ്രീ ഫിൽറ്റേഴ്സ് നമ്മൾ 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മൈക്രോന്റെ സെഡിമെന്റ് ഫിൽറ്ററും അതേപോലെ തന്നെ ഒരു അയൺ റിമൂവറും. അയൺ റിമൂവർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ള ആക്ടിവേറ്റഡ് അയൺ റിമൂവർ അല്ല, CTO ആണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം ഇടയ്ക്ക് നമ്മളുടെ പൈപ്പ് വെള്ളവും ഇതിനകത്ത് ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു തോട്ടുണ്ട്. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ വെല്ലിനെ തന്നെയാണ്, ഓപ്പൺ വെല്ലാണ്. അതിലെന്തെങ്കിലും ഒരു ഷോർട്ടേജ് വരുമ്പോൾ മാത്രമേ നമ്മളുടെ പൈപ്പ് ലൈൻ ആശ്രയിക്കത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ക്ലോറിൻ വന്നു കഴിയുമ്പോൾ അതിനെ കൂടി പിടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഒരു കാർട്ടൺ ബ്ലോക്ക് കൂടി അത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ സാറിനോട് ചോദിച്ചല്ലോ. സാറേ നമസ്കാരം. പ്ലീസ് ഒന്ന് വരും. വരൂ. നമ്മുടെ വർക്ക് കഴിഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ഒരു 2 വാക്ക് പറയണം. അതിന്റെ വെള്ളം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നമ്മുടെ നേരത്തെ വെള്ളത്തിന്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയണം. ഒരു ഗ്ലാസ് എടുത്ത് നോക്കിയോ. കുടിച്ചു നോക്കിയിട്ട് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? കുറച്ചും കൂടി ലൈറ്റ് ആണ്, സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കട്ടിയില്ലാവുള്ളൂ വെള്ളത്തിനല്ലേ. അതില്ല. സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നമ്പറിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മളുടെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.